ശിശിരം ഓരോന്നിലും 3 മാസമാണ്. ഋതുക്കൾ അങ്ങനെയാണ്. ഇബാദത്തിൻ്റെ ഋതുക്കളും അങ്ങനെയാണ്. ഇബാദത്തിൻ്റെ ഋതുക്കളിലും ഒരു 3 നമുക്ക് കണ്ടെത്താൻ കഴിയും. റജബ്, ഷഅബാൻ, റമളാൻ അതൊരു പ്രത്യേക പീരീഡാണ്. ഇത് പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട ഒരു പീരീഡാണ്. അതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട ശവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജ അത് വേറൊരു പീരീഡാണ്. അത് ഹജ്ജിൻ്റെ പീരീഡാണ്. അതുപോലെയാണ് മുഹറം, സഫർ, റബീഉൽ അവ്വൽ അത് മറ്റൊരു പീരീഡാണ്. പിന്നെ ഒരു പീരീഡ് റബീഉൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ഉഖ്റ. ഇങ്ങനെ ഇബാദത്തിനും ഒരു 3 പീരീഡുകൾ ഇവിടെയും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ 3 പീരീഡിലെ ഒരു പീരീഡാണ് ഇത്. റജബ്, ഷഅബാൻ, റമളാൻ. റജബിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയിലേക്കാണ് ഇന്ന് മഗ്രിബോടുകൂടെ നമ്മൾ പ്രവേശിക്കുന്നത്. അത് ഉമ്മത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു രാത്രിയാണ്. അത് മിൻ ഖസായിസ് നബിയിൽ മുസ്തഫ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുസൂസിയത്തുൽ ഉളുമ. ഏറ്റവും വലിയ പ്രത്യേകത മിഅ്റാജുൻ നബിയാണ്. ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് അള്ളാഹുവിൻ്റെ ഹബീബിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ പ്രത്യേകത മിഅ്റാജുൻ നബിയാണ്. മുസ്തഫാ റസൂലുള്ളാഹ് നബിയുൽ മിഅ്റാജ്, മിഅ്റാജിൻ്റെ നബി എന്നാണ് ഹബീബിൻ്റെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു നബിക്കും ഇങ്ങനെ ഒരു സംഭവം ഇല്ല. മറ്റുള്ളവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഗംഗയും അതിനോടനുബന്ധിച്ച കാര്യങ്ങളുമൊക്കെ റബ്ബ് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ബിജസദിഹി വ റൂഹിഹി, ജസദ് കൊണ്ട് തന്നെ മിഅ്റാജിന് പോയ ഒരു നബി ലോക ചരിത്രത്തിൽ ഇല്ല, മുസ്തഫ നബി അല്ലാതെ. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമിൻ കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനൽ ളുലമി എന്ന് ബുർദയിൽ പറയുന്നത് പോലെ എല്ലാം അത് ആ വിഷയത്തിൽ മിഅ്റാജിൽ മാത്രം ആയിരക്കണക്കിന് കിതാബുകൾ വിരചിതമായി പോയിട്ടുണ്ട്. ആയിരക്കണക്കിന് കിതാബുകളുണ്ട് മിഅ്റാജിൽ മാത്രം. മിഅ്റാജിൻ്റെ പ്രത്യേകതകൾ, മിഅ്റാജിൻ്റെ രാത്രി ഹബീബായ റസൂലുള്ളാഹ് അനുഭവിച്ചത്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയും. മിഅ്റാജിൻ്റെ സമ്മാനമാണ് നിസ്കാരം. നിസ്കാരത്തിന് തന്നെ മിഅ്റാജുൽ മുഅ്മിൻ എന്ന്, അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ എന്ന് ഹബീബായ റസൂലുള്ളാഹ്. മറ്റൊരു ഇബാദത്തിനും പറയാത്ത ഒരു പേര് നിസ്കാരത്തിന് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തെ പറ്റി ഹബീബ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിച്ചോളി, അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, നിസ്കാരം എന്നാൽ അത് മുഅ്മിനിൻ്റെ മിഅ്റാജാണെന്നാണ് ഹബീബായ റസൂലുള്ളാഹ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം ഒരു മിഅ്റാജാണ്, അത് മിഅ്റാജിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ റജബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട മാസമാണ്. ഒരു വർഷം മുഴുവനും റജബായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കൊതിക്കണം എന്നാണ്. കാരണം അത്രയും പ്രധാനപ്പെട്ട മാസമാണ് റജബ്. ആ റജബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മിഅ്റാജാണ്. അത് ഇന്ന് രാത്രിയോടുകൂടെ നമ്മുടെ കണക്കനുസരിച്ച് ഇന്ന് മഗ്രിബോടുകൂടെ മിഅ്റാജാണ്. വളരെ ഗൗരവമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പറയുന്നത്. ഒരു പൊതു കാര്യം പറഞ്ഞു തരാണ്. ഒരു പൊതു കാര്യം മറക്കരുത്. ഒരു പൊതു കാര്യം പറഞ്ഞു തരാണ്. കർമ്മങ്ങളുടെ കൂട്ടത്തിൽ എന്താണ് മിഅ്റാജിന് ചെയ്യേണ്ടത് എല്ലാവരും ചോദിക്കും. ഒരു വിശേഷ ദിവസത്തിൽ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. എന്ത് കാര്യം ചോദിക്കും. ഹജ്ജിന് പോയാൽ എന്താ പ്രത്യേകം ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അപ്പം എൻ്റെ ആയുസ്സിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ആണ് ഈ പറയുന്നത്. എൻ്റെ ആയുസ്സിൽ ഞാൻ മനസ്സിലാക്കിയത് മൊത്തത്തിൽ ടോട്ടൽ എന്താ ചെയ്യേണ്ടത്, എന്താ ചെല്ലേണ്ടത് അങ്ങനെ ചോദിക്കും. ഇനിയിപ്പോൾ ഇതന്നെയാണ് ബറാഅത്തിനും അന്യ റമദാനും. നിർബന്ധ കാര്യങ്ങൾ ചെയ്യുന്ന വേണം. സുന്നത്തുകൾക്കും പ്രാധാന്യങ്ങളുണ്ട്, അത് ദിക്റാണെങ്കിലും മറ്റു അമലാണെങ്കിലും. പക്ഷെ പൊതുവെ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം ഹജ്ജിന് പോകുമ്പോൾ ചോദിക്കും, അത് എന്താ പ്രത്യേകിച്ച് ചെയ്യേണ്ടത്, എന്താ ഉംറക്ക് പോവാണ് നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച, എന്താ പ്രത്യേകിച്ച് ചെയ്യേണ്ടത്?
ഇനി ഞങ്ങൾക്കൊരു പൊതു മറുപടി വരിക, ഇത് നിങ്ങൾ മറക്കണേരുത്. ഇപ്പം ഇന്നലെ വെള്ളിയാഴ്ച രാവാ അല്ലേ, പറയേ, മറക്കരുത്. ഒരു പൊതു കാര്യം പറഞ്ഞൊരു പൊതു ഇനി അതിൻ്റെ മേലെ എനിക്ക് എൻ്റെ ഈ 59 വയസ്സിനുള്ളിൽ ഞാൻ കണ്ടെത്തിയ ഇതിനേക്കാൾ വലിയൊരു കാര്യം ഇല്ല. അങ്ങനത്തെ ഒരു പൊതു കാര്യം പറഞ്ഞുതരിക. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം വലിയ കാര്യമാണ്. അതൊരാൾ മറക്കരുത്. എന്നെ സംബന്ധിച്ച് ഞാൻ അതാണ് ചെയ്യാറുള്ളതും. അതിന് ഇന്നതെന്നില്ല. ഹജ്ജിന് പോയാലും ഉംറക്ക് പോയാലും മേറാജിന് രാത്രിയാണെങ്കിലും ബറാത്തിന് രാത്രിയാണെങ്കിലും റമദാനിലെ പകലാണെങ്കിലും രാത്രിയായാലും അയ്യാമത്തെ ശയ്യക്കാണെങ്കിലും അറഫയാണെങ്കിലും വലിയ നാളായാലും ചെറിയ നാളായാലും വെള്ളിയാഴ്ച രാവായാലും ഇതെല്ലാം കൂടി യോജിച്ച് വന്നാലും മുഹറമിൻ്റെ 1-ാം രാവായാലും 10-ാം രാവായാലും റബീഉൽ അവ്വൽ 12-ാം രാവായാലും എന്താണെങ്കിലും ഒരു പൊതു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. പൊതുകാര്യം അത് മറക്കണേരുത്. അത് നിങ്ങൾ കഴുത്ത് കെട്ടിക്കൊണ്ടു നടക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത് മറക്കരുത്. അത് അങ്ങനത്തെ ഒരു വിവരം ഞാൻ ഈ പറയാൻ പോണത്. അല്ലാഹു ഗനിയാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു ഗനിയാണ്. ഒന്നും ആവശ്യമില്ലാത്തവനാണ് ആര്? അല്ലാഹ്. ഒന്നും അവന് വേണ്ട. നിസ്കാരം വേണോ? വേണ്ട. നോമ്പ് വേണോ? വേണ്ട. നമ്മൾ ഹജ്ജ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. ഹജ്ജ് ചെയ്യുന്നോട് തന്നെ അള്ളാഹ് പറഞ്ഞ എന്താ? സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. മനിസ്തത്വാ ഇലൈഹി സബീൽ. അങ്ങനെ തന്നെയല്ലേ പറയും. അതിനർത്ഥം തന്നെ ഒന്നും നിർബന്ധ കാര്യങ്ങൾ ചെയ്യേണ്ടെന്നല്ല, സുന്നത്ത് ചെയ്യേണ്ടെന്നും അല്ല. പക്ഷെ അതൊന്നും ഒരു മർമ്മല്ല. കാരണം അതൊന്നും അള്ളാഹു തആലക്ക് ആവശ്യമില്ല. ഒന്നും നമ്മൾ നിസ്കരിക്കുന്നു, അള്ളാഹ്ക്കത് ആവശ്യമുണ്ടോ? ഒന്ന് പറ മോനെ, അള്ളാഹ്ക്ക് ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ നോമ്പ് എടുക്കുന്നു, അള്ളാഹ്ക്ക് ആവശ്യമുണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ നോമ്പിന് ഒരുങ്ങി നടക്കുക. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. അല്ലാഹു തആല സന്തോഷത്തിൽ കൂടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇക്കൊല്ലത്തെ റമളാൻ ഒരു സന്തോഷത്തിൻ്റെ റമളാനായി, അള്ളാഹിൻ്റെ പൊരുത്തപ്പെട്ട റമളാനിലാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ തിരിച്ചിരിച്ച് ഇങ്ങനെ വരിക, ഇങ്ങനെ വരിക. മറക്കരുത്. ഞാനീ ഇപ്പോഴും പറഞ്ഞിട്ടില്ല, പറയാൻ പോവാണ്. എന്തിനും അല്ലാഹുവിനെയാണ്. എന്തിനും അല്ലാഹുവിനെയാണ്. നിസ്കാരം വേണോ? വേണ്ട. നിസ്കാരം അല്ലാഹു തആലക്ക് നമ്മളെ നിസ്കാരത്തിലേക്ക് അല്ലാഹ്ക്കൊരാവശ്യമുണ്ട്. അള്ളാഹുവിൻ്റെ കാര്യം നടക്കണമെങ്കിൽ നമ്മൾ നിസ്കരിച്ചു കൊടുക്കണം എന്ന് നീ വിചാരിച്ചാൽ നീ അപ്പോൾ ആരാണ്? ഉറക്കൻ പറഞ്ഞതാ, കാഫിറാണ്. കാരണം അള്ളാഹുവിന് നമ്മുടെ നിസ്കാരത്തിലേക്ക് ഒരാവശ്യവും ഇല്ല. പിന്നെന്താ നിസ്കരിക്കാൻ പറഞ്ഞ്? അത് നിന്റെ തന്നെ ഒരു പ്യൂരിഫിക്കേഷനാണ്. ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാ. നിന്റെ ചീത്തയെ തടയാൻ നിന്റെ നിസ്കാരത്തിന് കഴിയും. അപ്പം നിന്റെ ഒരു പ്യൂരിഫിക്കേഷനാണ് സത്യത്തിൽ എന്ത്. അപ്പം നിസ്കാരം നിന്നിലെ ഇപ്പം ഏതുപോലെ നിർബന്ധിച്ച് ഉമ്മ കുട്ടിയെ മരുന്നൊടിപ്പിക്കും പോലെ ഇങ്ങനെ നിസ്കാരത്തിൽ പറയാം. നിർബന്ധിച്ച് കുട്ടിയെ, രോഗിയായ കുട്ടിയെ ഉമ്മ നിർബന്ധിച്ച് മരുന്നൊടിപ്പിക്കാം. ഇല്ലെങ്കിൽ തല്ലുമെന്ന് പറയാൻ ചിലപ്പോൾ തല്ലും ചെയ്യാം. കുട്ടിക്കട മരുന്ന് ഏർപ്പെട്ട കുട്ടി മരുന്ന് കുടിച്ചിട്ടില്ലെങ്കിൽ ഉമ്മാൻ്റെ തടിക്ക് വല്ല കേടുണ്ടോ? ഇല്ല. കുട്ടിയെ മരുന്ന് കുടിപ്പിക്കുന്നത് ആർക്ക് വേണ്ടി തന്നെയാണ്? കുട്ടിക്ക് വേണ്ടി തന്നെ. ഇതാണ് ഒരു ചെറിയ ഉദാഹരണം. ഞാൻ അപ്പുറത്ത് പറയാൻ കഴിയില്ല. ചെറിയ ഉദാഹരണം, പക്ഷെ അത് ഫിറ്റായ ഉദാഹരണമാണ്. ഇതന്നെ നിസ്കാരം. നിസ്കരിക്കണം ഇല്ലെങ്കിൽ നരകം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? കുടിക്കട എന്ന് പറയുമ്പോൾ തന്നെയാണ്. നിസ്കാരമാണല്ലോ അഫ്ദൽ അഅ്മാലിൽ ബദനിയത്തി കുല്ലിഹ. തടി കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ അമലാണ് എന്താണ്? നിസ്കാരം. അതന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ വേറൊരു ആവശ്യമില്ല. നോമ്പ്, അള്ളാഹ്ക്ക് നോമ്പിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ നോമ്പ് വിളിക്കണം എന്തിനാ? നിന്നെ നന്നാക്കാനാണ് എന്നാണ്. നോമ്പിലൊരു നന്നാകുന്ന ഘടകമുണ്ട്. ഷഹവാത്തിനെ നിന്നിൽ നിന്ന് മാറ്റി നിർത്തുക. കാരണം ഷഹവാത്താണ് മനുഷ്യൻ നശിപ്പിച്ച് കളയുന്നത്. അനൗചിത്യമായ വൈകാരിക താല്പര്യങ്ങൾ, ആ അനൗചിത്യമായ വൈകാരിക താല്പര്യങ്ങളെ നിന്നിൽ നിന്ന് മുറിച്ച് കളയണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ ഒരു പ്യൂരിഫിക്കേഷൻ എൻ്റെ ബോഡിയുടെ ഉള്ളിൽ നടത്തണമെങ്കിൽ എന്ത് വേണം?
നോമ്പോണം. ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരാൾ എണീറ്റ് ഹബീബ നബിയോട് പറഞ്ഞു, ഒരു പെണ്ണ് ഹിജറ വന്നതോ മറ്റോ സദസ്സിൽ പറഞ്ഞപ്പോൾ ഹബീബ നബി പറഞ്ഞു, സവ്വിജ്നിഹ, ആ പെണ്ണിനെ എനിക്ക് കെട്ടിച്ചിരി നബി. അപ്പോൾ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, തസ്തതിഉൽ ബാഅ, ചെലവിന് കൊടുക്കാൻ കഴിയുമോ? ഫഖാലല്ല, അത് കഴിയൂല. അപ്പോൾ ഹബീബ നബി പറഞ്ഞു, മനിസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, ചെലവിന് കൊടുക്കാൻ കഴിയുമെങ്കിൽ കിട്ടിയാൽ മതി. വമൻ ലം യസ്തതി, അപ്പോൾ ഒരാൾക്ക് ചെലവിന് കൊടുക്കാൻ, പെണ്ണിനെ ചെലവ് കൊടുക്കാൻ കഴിയൂലെങ്കിലോ ഫഅലൈഹി ബിസ്സൗം, ഒന്നും പറ്റൂട്ടെ. അതൊരു മനസ്സിലായില്ല, അമിത ഒരു വൈകാരികത ഓനിലുണ്ടല്ലോ. അപ്പം ഈ വൈകാരികതയെ ഒതുക്കാൻ പിന്നെ ഓന് എന്താ മാർഗം? നോമ്പ് വിൽക്കുക. അപ്പം നോമ്പ് മനുഷ്യൻ്റെ അമിതമായ വൈകാരികതയും അനൗചിത്യമായ കാര്യങ്ങളെയും ഇല്ലാതാക്കാൻ നോമ്പിന് കഴിയും എന്നതുകൊണ്ടാണ് അവിടെ നോമ്പിനെ പറഞ്ഞത്. അപ്പം അത് എന്നും നോമ്പിലുണ്ട്. അവൻ നോമ്പിൻ്റെ ലാഭം പടച്ചോനല്ല, ആർക്ക് തന്നെയാണ്? പറ മക്കളെ, നമുക്ക് തന്നെയാണ്. അതെന്തോ അങ്ങനെയാണ്, എന്തോ അങ്ങനെയാണ്. അപ്പം മനുഷ്യൻ അടിസ്ഥാനപരമായി ബഖീലാണ്. ഒരു ബുഖില് മനുഷ്യനുണ്ടാവും. അടിസ്ഥാനം എങ്ങനെയാണ് മനുഷ്യൻ? ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനുഅ. കൊടുക്കുക എന്നുള്ള മനുഷ്യന് അടിസ്ഥാനപരമായി മനുഷ്യന് ഭയങ്കര പ്രശ്നമാണ് കൊടുക്കൽ. അപ്പോഴാണ് അല്ലാഹു തആല ആ ദുഷ്ടഗുണം, ദുർഗുണമാണ്, ആ ദുർഗുണത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നിർബന്ധമാക്കിയതാണ് എന്ത്? സക്കാത്ത്. കൊടുക്കാനും കഴിയണം, വാങ്ങാൻ കഴിഞ്ഞാൽ പോരാ, എന്തിന് കഴിയണം? അതൊരു ദുർഗുണമാണ് കൊടുക്കാതിരിക്കൽ. അപ്പോൾ കൊടുക്കാൻ നിർബന്ധിച്ചു. അപ്പോൾ കൊടുക്കേണ്ടി വന്നു. കൊടുത്തു തുടങ്ങിയാൽ പിന്നെ കൊടുത്തോളും. മനസ്സിലായില്ല? കൊടുത്തു തുടങ്ങാനാണ് ഇടങ്ങേറ്. ചില കണ്ടില്ലേ ഈ ജാതി എന്താ പറയുക, മകരമാസത്തിൻ്റെ ഈ മഞ്ഞുകാലത്ത് വെള്ളത്തേക്ക് ഇറങ്ങാൻ മടിയാണ്. വലിച്ച് രാവിലെ കുളത്തേക്കണ്ട് ഇറക്കിയാലോ പിന്നെ ഒന്നും എന്തും പിന്നെ കയറൂല. വലിച്ചിട്ട് ഓനെ വെള്ളത്തേക്ക് ഇട്ടാൽ മതി, ഇവിടെ ഇറങ്ങണം. കാല് വെള്ളത്തിലായി, പിന്നെ ഇരിക്കാൻ മടി ഉണ്ടാവില്ല വെള്ളത്തിൽ, പിന്നെ നീന്താനും മടി ഉണ്ടാവില്ല. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പോരുക എന്ന് പറഞ്ഞാൽ അവനോട് പോരൂല്ല. ഇതുകൊണ്ടാണ് സക്കാത്തിൻ്റെ 2.5%. അതൊരു കുളത്തിലിറങ്ങാൻ, മകരമാസത്തിലെ കുളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട്, മകരമാസത്തിലെ മഞ്ഞിൻ്റെ കൊടും തണുപ്പിൽ ഒരാളെ വെള്ളത്തിലിറങ്ങാൻ നിർബന്ധിക്കുമ്പോഴത്തെ ഒരു പണിയാണ് എന്ത്? 2.5% കൊടുക്കല്. കൊടുത്തു തുടങ്ങിയാലോ പിന്നെ ഒരു രസമായി മാറും. കൊടുക്കും, പിന്നെ കൊടുക്കാൻ തന്നെ ഇരിക്കും. അപ്പൊ ദുർഗുണം നീങ്ങി. എല്ലാം അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. കൊടുത്തു. തല കൊടുക്കണം, തല കൊടുക്കണം. അല്ലാഹ് അല്ലാഹ് അല്ലാഹു ഇതൊക്കെ നല്ല കുണക്കം കയറണം. ഇതൊന്നും അടിസ്ഥാനപരമായി അള്ളാഹുവിന് ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. നന്ദി ചെയ്യുന്നത് അള്ളാഹു നിർബന്ധിച്ചിട്ടുണ്ട്, നിന്നെ തന്നെ ദുർഗുണം മാറാൻ വേണ്ടി. ഇതുകൊണ്ടൊന്നും നീയും അള്ളാഹും തമ്മിലുള്ള ബന്ധമുണ്ടാകില്ല. കാരണം ബന്ധം ഉണ്ടെങ്കിൽ പിന്നെ നിസ്കരിച്ചോലെ എന്തിനാ നരകത്തിലിട്ട്? ഫവൈലുല്ലിൽ മുസല്ലി. ഒരൊറ്റ കാര്യമാണ് നീയും റബ്ബും തമ്മിൽ ബന്ധമുണ്ടാക്കുന്നത്. നീ ആജിസാണെന്ന് ബോധ്യപ്പെടുത്തുക, നീ ഫാഖിദാണെന്ന് ബോധ്യപ്പെടുത്തുക. നീ ആജിസ്, നീ അശക്തൻ, നീ ലഈഫാണെന്ന് ബോധ്യപ്പെടുത്തുക, നീ ദുർബലൻ, നീ ഫാഖിദാണ്, ഇല്ലാത്തവൻ, നീ ഫഖീറാണെന്ന് ബോധ്യപ്പെടുത്തുക. അവിടെയാണ് അള്ളാഹു നീ തമ്മിൽ ബന്ധം നിലനിർത്തുക. അതിനൊരൊറ്റ കർമ്മയേ ഉള്ളൂ, അത് ദുആയാണ്. ബസ് കഴിഞ്ഞു, വേറൊന്നുമില്ല. മനസ്സിലായില്ല? നിങ്ങൾക്ക് ചിന്തിക്കണം. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാ?
കഴിഞ്ഞു, വർത്തനം കഴിഞ്ഞു. അതന്നെ മനസ്സിലായെന്നും കൂടി പറയാം. അവിടെ അള്ളാഹ്ക്ക് അങ്ങനെ ബോധ്യം. അതെന്താണ്? നീ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണെന്ന് അള്ളാഹുവിലേക്ക് പറയുന്നത് പോലെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല ഒരു കാര്യമോ ഇല്ല. അവിടെ നീ ദാസനായി അവനുടമക്കാരനായി. നിസ്കാരം കൊണ്ട് നിനക്ക് തല ഉയർത്തിക്കാം. എന്തേ? നമ്മൾ നിസ്കരിച്ചു, പഠിച്ചോഞ്ഞ് കൂലി വന്നോട്ടെ. ദുആയാകണമെങ്കിൽ നിന്റെ അജ്സിനെ ബോധ്യപ്പെടുത്തണം, നിന്റെ അശക്തത. നിന്റെ ലോഫിനെ ബോധ്യപ്പെടുത്തണം, നിന്റെ ദുർബലത. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. നിന്റെ ഫഖദിനെ ബോധ്യപ്പെടുത്തണം, നിന്റെ ഇല്ലായ്മ. നിന്റെ ഫഖറിനെ ബോധ്യപ്പെടുത്തണം, നിന്റെ ആവശ്യകത. മനസ്സിലാവുള്ളൂ പറഞ്ഞത്. 5:30 സുബഹി ബാങ്ക്. 5:30 വരെയും തഹജ്ജുദ് നിസ്കരിക്കാം. എന്തോ ക്ഷീണം കൊണ്ട് കിടന്നുപോയി, ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ ക്ഷീണം കൊണ്ട് ബെഡിൽ ഉണർന്നിട്ടുണ്ട്, പക്ഷെ എണീക്കാനാണ് വയ്യ. അങ്ങനെ വരൂലേ? ഒന്ന് പറയും മനുഷ്യന്മാരെ, അങ്ങനെ വരൂലേ? ഷുഗർ അല്ലെങ്കിൽ എന്തോ ഒരു കാരണം വെയ്യ, എണീക്കാനോ, അല്ലെങ്കിൽ തലേന്ന് രാത്രിയോ അല്ലാതെ കുറച്ച് വെയിലും കൊണ്ട് അലഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പണിയിൽ ഏർപ്പെട്ടുകൊണ്ട് അന്ന് വെയ്യ, കാര്യമായ പണി ആയതുകൊണ്ടാണ് വെയ്യ. ചില സമയത്ത് അങ്ങനെ മനുഷ്യന് വരുമല്ലേ? വരും. അപ്പം മൊബൈലൊക്കെ വെച്ചതാണ്, പക്ഷേ ഇങ്ങോട്ട് അടിച്ചു, അതവിടെ അടിച്ചുകൊണ്ടേ ഉണ്ട്, നമുക്ക് എണീക്കാൻ വയ്യ. പിന്നീട് എണീക്കുമ്പോൾ എണീക്കുകയാണ്, അപ്പോൾ നോക്കുമ്പോൾ 5:30 അല്ലെങ്കിൽ 5:29 10 സെക്കൻഡ് കഴിഞ്ഞു, 20 സെക്കൻഡ് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തിന് നേരല്ല. ഇനി എണീറ്റിട്ട് ഏറ്റവും ചുരുങ്ങിയത് പോയിട്ട് എന്ത് ചെയ്യണം? ഒളു എടുക്കണം. അവിടെ ഞാൻ നേരല്ല. തഹജ്ജുദ് പോയിട്ട് എന്തിനും നേരല്ല. ഒന്നല്ല, എന്നാലും ഇത് കുടുങ്ങിയിട്ടില്ല. ഇങ്ങനെ പറഞ്ഞാൽ മതി. അത്രയല്ലേ അള്ളാഹ്ക്ക് ആവശ്യമുള്ളൂ. റബ്ബേ ബസ്, ഇപ്പോൾ ഏറ്റവും നല്ല കർമ്മം ചെയ്തു കഴിഞ്ഞു. എന്ത്? റബ്ബേ റബ്ബേ ബസ്. ഒന്നും പറയാൻ കിട്ടിയില്ല. അപ്പോഴത്തേനും മൊല്ലാക്ക അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഒന്നും പറയാൻ കിട്ടിയില്ല, ഒന്നും പറയാൻ നേരം കിട്ടിയില്ല. എന്നാലും നേരം കിട്ടിയിട്ടുണ്ട്. എന്ത്? റബ്ബേ. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ദുർബലനാണ് കേട്ടാ, ഞാൻ ശക്തനാണ്, ഞാൻ ഫക്കീറാണ്, ഞാൻ മഹ്താജാണ്, ഒന്നുമില്ലാത്തവനാണ്. അപ്പം അള്ളാഹു തആല പാതിരാത്രി മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തഹജ്ജുദ് നിസ്കരിക്കാൻ ആരെങ്കിലും ഉണ്ടോയെന്നല്ല. പിന്നെന്താ പറയും കുട്ടികളെ? ഹൽമിൻ സായിന് ചോദിക്കണോരാരെങ്കിലും ഉണ്ടോയെന്നല്ലേ അള്ളാഹ് ചോദിക്കണുള്ളൂ. അതിന് ചോദിച്ചല്ലോ. അപ്പോഴത്തേന് 1 മിനിറ്റോട് ബാങ്ക് കൊടുത്തു, കഴിഞ്ഞു. എന്നാലും ഏറ്റവും വലിയ കർമ്മം ചെയ്തു കഴിഞ്ഞു. എന്താണ് ചോദിക്കാം? മനസ്സിലായി പറഞ്ഞത്? വളരെ ചിന്തിക്കണം. ഞാൻ ഇപ്പോൾ ഈ വെള്ളിയാഴ്ച രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് മൂത്തേടത്തുനിന്ന് പുറപ്പെട്ടാൽ എത്തൂല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചെങ്കിൽ 4 മണിക്ക് എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് പിന്നെ നേരം ഇങ്ങോട്ട് വരും. കാരണം 6 മണിയാകുമ്പോൾ ഇങ്ങോട്ട് എത്തണമല്ലോ എന്ന് വിചാരിച്ച് വേഗം പോരും. അപ്പോൾ നിസ്കരിച്ച് ഓടുന്ന തിരക്ക്, അങ്ങനെ ഓടി വണ്ടി കയറി. അങ്ങനെ പൂരിയാണ്. ഏകദേശം നിലമ്പൂര് കഴിഞ്ഞു, അവിടെ പുറം അതും കഴിഞ്ഞപ്പോൾ അങ്ങനെ കഴിഞ്ഞു. മേലെ കയറി ഇങ്ങനെ ഇറങ്ങുകയാണ്, അവിടെ ഇറക്കിറങ്ങുക. അപ്പോൾ ഓർമ്മ വന്നു, പഠിച്ചോനെ മനസ്സറിഞ്ഞൊരു ദുആ നടത്തിയില്ലല്ലോ. അപ്പോൾ അതാണല്ലോ കർമ്മം നിസ്കാരമല്ല, തഹജ്ജുദും അല്ല. പഠിച്ചോനെ അല്ലാ, പഠിച്ചോനെ റബ്ബേ അല്ലാ, പഠിച്ചോനെ ജിന്ന മാപ്പാക്കണേ എന്ന് പറഞ്ഞ് പൂർത്തിയായില്ല. പറഞ്ഞു, ആ ദുആ പൂർത്തിയായില്ല. അപ്പോഴത്തേന് ടാണയിലെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു. എന്നാലും അൽഹംദുലില്ലാ എന്തായല്ലോ. ദിക്റൊക്കെ ചൊല്ലിയിട്ടുണ്ട്, ദിക്റിനനുബന്ധിച്ചതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മളെ മനസ്സറിയില്ല. അവിടെ നമ്മളെ എണ്ണാണ് നോക്കുക. അത് മനസ്സിലായല്ലോ? അതേസമയത്ത് ഇവിടെ നമുക്ക് ഭാഷ ഇല്ല. ഇതിൽ ഞാൻ ഇതേ സമയത്ത് ഇന്തോനേഷ്യക്കാർ ഇന്തോനേഷ്യൻ ഭാഷയിലാണ് പറയുക. മനസ്സിലായല്ലോ? റബ്ബിൻ്റെയും അടിമയുടെയും ഉടമയുടെയും ഇടയിലൂടെ ഭാഷ ഇല്ല.
ലണ്ടനിലുള്ള ആള് അയാൾ ഇംഗ്ലീഷിലാണ് പറയാ, അമേരിക്കയിലുള്ള അമേരിക്കൻ ഇംഗ്ലീഷിലാണ് പറയാ, സ്പെയിനിലെ ആൾ സ്പാനിഷിലാണ് പറയാ, ഫ്രാൻസിലുള്ള ആൾ ഫ്രഞ്ചിലാണ് പറയാ. അവിടെ ഭാഷയുടെ അതിർവരമ്പ് ആർക്കിടയിലില്ല. ഇബാദത്തിൽ ഭാഷ ഉണ്ട്, എന്നാൽ ദുആയിൽ ഭാഷയില്ല. ഇനി ചിലപ്പോൾ ഭാഷയും വേണ്ട. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ അജുഇല ലിസാനു അലൽ ഫുആദി ദലീല. ഇത് ചളി ഒരു കവിതയാണ്, അതിമനോഹരമായ കവിതയാണ്. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ജുഇല ലിസാനു അലൽ ഫുആദി ദലീല. അതിമനോഹരമായ കവിതയാണ്. എഴുതിയേക്കണേ മക്കളെ, എഴുതിയേക്കണം. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ജുഇല ലിസാനു അലൽ ഫുആദി ദലീല. ഒന്നുകൂടെ. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ജുഇല ലിസാനു അലൽ ഫുആദി ദലീല. ഇന്നൽ കലാമ ലഫിൽ ഫുആദി, ഇന്നൽ കലാമ ലഫിൽ ഫുആദി. യഥാർത്ഥത്തിൽ സംസാരം ഹൃദയത്തിലാണ്, എവിടെയല്ല, അതിലല്ല. ഈ പടച്ചോനേന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പടച്ചോനേന്ന് മനസ്സിൽ പറഞ്ഞിട്ട് പിന്നെയും ചില മൈക്രോ സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നാവിലെത്തുക. അപ്പോഴത്തേനും വാങ്ങിക്കൊടുത്താലും ഇജ്ജ് പേടിക്കണ്ട, യഥാർത്ഥ സംസാരം നടന്നു കഴിഞ്ഞു. എവിടെ? ഹൃദയത്തിൽ. ഇത്രേ ആവശ്യമുള്ളൂ. അതില്ലെങ്കിൽ പിന്നെ ഇതിനൊന്നും വിലയില്ല. അതില്ലാതെ നിസ്കരിച്ചോ വിലയില്ല, അതില്ലാതെ നോമ്പോച്ചോ വിലയില്ല. പണ്ടത്തെ നോമ്പുകാരും ഇന്നത്തെ നോമ്പുകാരും വ്യത്യാസമുണ്ട്. പണ്ടത്തെ നോമ്പുകാർ ദുആ മാത്രം നടത്തുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് സലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അതൊക്കെ ഇവിടെ ചില സംഘടനകൾ ഇല്ലാതെയാക്കി. അതിന് അത് ലൈഫ് ഹദീസാന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണക്കാർ അത് മെല്ലെ മെല്ലെ ആക്കി ഇപ്പം നിർത്തി. ആയിരക്കണക്കായ കൊല്ലങ്ങൾ മുഅ്മിനീങ്ങൾ ചൊല്ലി നടന്നൊരു ദിക്റാണ് ഇപ്പം നാട്ടിൽ കേൾക്കാനില്ല. പള്ളിയിൽ നിന്ന് നിസ്കാരം കണ്ട് ചെല്ലിയെങ്കിൽ ചെല്ലി. പണ്ട് അങ്ങനെയല്ല. ഉള്ളി തോല് കളിക്കുമ്പോൾ വല്യമ്മ ചെല്ലും, ഇപ്പോൾ ഓർമ്മയുണ്ട്. കിണറ്റിന് പോകുമ്പോൾ ചെല്ലും, കിണറ്റിന് വെള്ളമടിച്ച് വരുമ്പോൾ ചെല്ലും, എണീക്കുമ്പോൾ ചെല്ലും, ഇരിക്കുമ്പോൾ ചെല്ലും. നോമ്പ് കാലത്ത് ഏത് അതിലൊറ്റ വാക്ക് അടിത്തറയാ, ബാക്കി 3 വാക്കും ദുആയാ. അത് അടിത്തറയാ. പിന്നെ അസ്തഗ്ഫിറുല്ലാഹ് അത് ദുആയാ. അസ്അലുക്കൽ ജന്നത ദുആയാ. വഅഊദു ബിക മിനൻ നാർ ദുആയാ. ആണോ അല്ലേ? ഒരു അടിത്തറ വെച്ചിട്ട് ബാക്കിയൊക്കെ ദുആയാ. എന്താ മുൻഗാമികൾ ജയിച്ചോരാ. എന്തുകൊണ്ട്? വസ്വാസിലാക്കുന്ന സംഘടനകൾ ആ കാലഘട്ടത്തിൽ ഇല്ല. ഇന്നിപ്പോൾ ഒരാൾ അത് ചെല്ലണം എന്ന് പറഞ്ഞാൽ 100 ആൾ തിരിച്ച് മറ്റേ എന്തായാലും പറയാം, വാട്സപ്പിൽ എന്തായാലും പറയാം, യൂട്യൂബിൽ പുതിയ ലൈഫാണ്, മറ്റേതാണ്, മറിച്ചതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അതോടുകൂടെ പറയാനും പേടിയാണ്. എന്തുകൊണ്ട്? ചില ഹദീസിൻ്റെ ലൈഫായ സനദല്ലാത്ത സഹിയാസൻ്റെ നമുക്ക് കിട്ടാണ്ടാവില്ല. ഹദീസ് സ്വയായിരിക്കും, നമുക്ക് സനദിട്ടല്ല. എന്തുകൊണ്ട്? ആയിരക്കണക്കായ കൊല്ലങ്ങൾ കഴിഞ്ഞു, ഈ വലിയ വലിയ യുദ്ധങ്ങൾ നടന്നു, പല കിതാബുകളും നിധിയിലെറിഞ്ഞു, പുഴയിലെറിഞ്ഞു, ബയറിലെറിഞ്ഞു. തൈമൂറിൻ്റെ പട്ടാളത്തിന് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് ടൈഗ്രീസ് നദിയിൽ ഹദീസിൻ്റെയും ഖുർആൻ്റെയും തഫ്സീറുകൾ പാലട്ട്. എന്നിട്ട് ആ തൈമൂർ ചക്രവർത്തി ടൈഗ്രീസ് നദിയുടെ മുകളിലൂടെ പട്ടാളത്തെ നടത്തിക്കൊണ്ടായത്. ഈ സംഭവത്തെ ഒപ്പിച്ചുകൊണ്ട് പ്രഗത്ഭനോ ചിന്തകനായ വൈക്കം മുഹമ്മദ് ബഷീറിന് അനർഘ നിമിഷത്തിൽ പറയുന്നുണ്ട്, 6 മാസത്തിലേറെ ഈ ടൈഗ്രീസ് നദിയുടെ വെള്ളം കറുത്തുപോയി. 6 മാസത്തിലേറെ ടൈഗ്രീസ് നദിയിലെ വെള്ളം കറുത്തുപോയി. കാരണം ഈ കിതാബുകളിലുള്ള മഷി വലിച്ചെറിഞ്ഞു. അങ്ങനെ എത്ര ചെങ്കിസ് ഖാൻ വന്നപ്പോൾ 10,000 കിതാബുകൾ കൂട്ടിയിട്ട് ചുട്ടു. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പം ഇന്നൊരാൾ പറഞ്ഞ നമ്മളെ മുന്നിൽ കിതാബ് കാണിക്കാനുണ്ടാവില്ല പലതിനും. മനസ്സിലായല്ലോ? ചിന്തിക്കണം. അപ്പം ഇതൊന്നും ചിന്തിക്കാതെ മുൻഗാമികൾ പറഞ്ഞത്ര അങ്ങനെ തന്നെ പകർത്തിയൊരു കാലമുണ്ട്.
ഇന്നലെ വരെ. ഇന്നിപ്പോൾ അത് പറയാൻ മടിയാ. കാരണം ഒരാൾ കേട്ടാൽ ലൈഫാന്ന് പറഞ്ഞാലോ, ആണോ അല്ലേ? പറയും മക്കളെ. അതവരെ നോമ്പിന്റെ റൂഹ. മറ്റേ നോമ്പ് കർമ്മ, ഇത് റൂഹ. കാരണം ഇതെന്താണ്? നമ്മളെ കുട്ടിക്കാലത്ത് ഒരു 50 വയസ്സ് കഴിഞ്ഞൊരു കൈപൊക്കി. നമ്മളെ കുട്ടിക്കാലത്ത് ഇതല്ലാത്ത നോമ്പ് നമ്മൾ കണ്ടീനോ, കേട്ടീനോ? ഇല്ല. ഇന്ന സാധനം കേൾക്കല്ല. ഇനി അടുത്ത് ഏതെങ്കിലും 4 ആൾ വാട്സപ്പിൽ യൂട്യൂബിൽ പറയും എന്ത്, അത് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കൽ നിർത്തണം, അതിന് തെളിവില്ല. അപ്പം എന്തും നിർത്തും. പള്ളിക്കുള്ള കമ്മിറ്റിക്കാർ പറയും ആർക്കും വേണ്ടെങ്കിൽ ഇത് ഞങ്ങളെ ചൊല്ലി കൊടുക്കണം, നിർത്തിക്കളി. അപ്പം അടുത്ത തലമുറക്ക് കിട്ടുന്നല്ലേ. മനസ്സിലാവുണ്ട് പറഞ്ഞ്. പണ്ടങ്ങനെയല്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മുത്തക്കൈങ്ങൾ, അവർ കറാത്തിയായത്തര. നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ, മനസ്സറിഞ്ഞാൽ മീൻ പറയും. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. അവിടെ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലന്നബി സ്വല്ലല്ലാഹു ദുആ നിസ്കരിക്കുന്നവരെ നരകത്തിലിടുമെന്ന് ഖുർആനിലുണ്ട്. ദുആ ചെയ്യുന്നവരെ നരകത്തിലിടുമെന്നൊരായത്ത് ഖുർആനിലില്ല, ഹദീസിലില്ല. എന്തേ? അതിൽ അലാഖത്തു ബൈന റബ്ബി വ ബൈന അബ്ദിഹി, അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം ഒന്ന് മാത്രമാണ്. എന്ത്? ദുആ. ദുആയിൽ അബ്ദു ഫഖീറായി, മറ്റൊക്കെ തൊഴിലാളിയാണ്. നമ്മൾ നിസ്കരിക്കണില്ലേ? പഠിച്ച എന്താ കൂടി എന്നാൽ മനസ്സിലായില്ലേ? ചിന്തിക്കണം, ചിന്തിക്കുക. അപ്പം എന്തെന്ന് രാത്രി ചെയ്യാനുള്ളത്? നോമ്പ്, ദുആ. നാളെ പകലെന്താ? നാളെ നോമ്പ് വിൽക്കും. സാലിങ്ങളൊക്കെ മുങ്കാളികളൊക്കെ നോമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പ് വിൽക്കും. ചിലപ്പോൾ നമ്മളതിൻ്റെ സിഹത്ത് കിട്ടിയിട്ടുണ്ടാവില്ല. അന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളമ്മയും വല്യമ്മയും വല്യപ്പയും നോമ്പ് വിൽക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ കെലിമയല്ലി മരിക്കണോ കണ്ടിട്ടുണ്ട്. അതൊക്കെ വലിയ സംഭവമാണ്. എന്തു ചെയ്യും? എന്തെങ്കിലും ചീരനുണ്ടാക്കി പള്ളി കൊണ്ടുപോകും. മേറാജ് ഇല്ലേ? സത്യം പറയാൻ ഇല്ലേ? ഒക്കെ സ്വാലികളെ മരിച്ചു പോയിട്ടുണ്ട്. എന്താ അവിടെ നടക്കുക? കൂട്ടമായ ദുആ. പോകുമ്പോൾ തന്നെ നടക്കുക ദുആ. ഒറ്റ കാര്യം മറക്കരുത്, ഒരു കാര്യം മറക്കരുത്. എന്ത് ചെയ്താലും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നഷ്ടമാണ്. ഒന്ന് നേരം കിട്ടിയാൽ ഇതിന് നേരം കിട്ടി മതി. മിൻസായിലിന് ചോദിക്കുന്നവർ യാചിക്കുന്നവരുണ്ടോ എന്നാ അള്ളാഹ് എല്ലാ രാത്രിയും ചോദിക്കും. യാചിക്കുന്നവരുണ്ടോ, 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 യാചിക്കുന്നവരുണ്ടോ. അള്ളാഹു ആ യാചിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ തീർത്തിരട്ടെ. നമ്മളൊക്കെ ഫക്കീറന്മാർ, അള്ളാഹുവിലേക്ക് ഫക്കീറാകണ ഒരൊറ്റ പോയിന്റ് ദുആ. അപ്പോൾ ഒരാൾ ഉംറക്ക് പോയി. ഉംറയിൽ എന്താ ചെയ്യാള്? പറയ് എന്താ ചെയ്യാള്? ദുആ. ഹജ്ജിന് പോയി. ഹജ്ജിൻ്റെ ഒരു പുസ്തകത്തിലുണ്ട്. ഹജ്ജിന് ഇവിടെ ഈ ദിക്റാണ്, അവിടെ ആ ദിക്റാണ്. ഒരു ദിക്റും ചൊല്ലിയില്ല. ഞാൻ ദിക്റൊക്കെ ചൊല്ലി. എന്താ കാര്യം? അനക്ക് വേറെയുള്ള ചിന്തയിലിരുന്നു. എന്താ കാര്യം? മനസ്സിലായ പറഞ്ഞത്? ഇതേ കാര്യം. അതേ സമയത്ത് ഇവിടുന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു വരുന്നത് വരെ ഞാൻ 5 വക്ത് നിസ്കരിച്ചിട്ടുണ്ട്, നിർബന്ധം. ബാക്കിയുള്ള നേരമൊക്കെ എന്താ ചെയ്ത്? ജനേടി. കാരണം ഇതിപ്പോൾ അടിമയും അവനിപ്പോൾ ഉടമയാണ്. എന്താ ഹജ്ജിന് ചെയ്യാള്? ഹജ്ജിന്റെ ആയത്ത് പറഞ്ഞ ഉടനെ അൽ ബഖറ പറഞ്ഞത് എന്താ? റബ്ബനാ ആതിനാ ഫമിൻഹും വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അൽ ബഖറ ഏതാണ് ആയത്ത്? എത്ര നമ്പർ നോക്കിയ ഒരാൾ പെട്ടെന്ന്? അൽ ബഖറ അല്ലേ മോനെ? അത് منهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ദുആ. ഹബീബ റസൂലുള്ളാഹി ഹജ്ജിൽ കൂടുതൽ ദുആ ചെയ്തതും ഇതാണ്. കാന മിൻ അക്സരി ദുആഇഹി, ഹബീബ റസൂലുള്ളാഹിയുടെ ഏറ്റവും കൂടുതലുള്ള ദുആ ഹജ്ജിൽ ഹബീബ റസൂലുള്ളാഹി ഏറ്റവും കൂടുതൽ ദുആ ചെയ്തത് റബ്ബനാ ആതിനാ. അത് 201
ഇത് ചില മക്കളെ 201 അൽ ബഖറ 201. فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا. ഹജ്ജിന്റെ അമലുകളൊക്കെ കഴിഞ്ഞാലും അല്ലാഹുവിനെ ഓർക്കുന്ന പണി നിർത്തണ്ട. فمن الناس من يقول ربنا آتنا في الدنيا. ربنا آتنا في الدنيا എന്ന് മാത്രം പറയും, അത് പോരാ. 200 അൽ ബഖറ 200. ومنهم من يقول ربنا آتنا. ഹജ്ജിന്റെ അമലൊക്കെ കഴിഞ്ഞു, എന്നാലും നിങ്ങൾ എന്ത് നിർത്തരുത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഈ അടുത്ത ദിവസം, ഈ അടുത്ത കാലത്ത് ദുആന്റെ ആദാബ് പറഞ്ഞ കൂട്ടത്തിൽ ഒരു സ്വാലിഹായ ഒരു വയസ്സായ ആളിനോട് പറഞ്ഞു, ദുആ കഴിഞ്ഞാലും കൈ വലിക്കരുതേ. ദുആ കഴിഞ്ഞു, എന്നാലും കൈ വലിക്കണ്ട, ഒരു 4 സെക്കൻഡ് 5 സെക്കൻഡ് അവിടെ കൈ വെച്ചാളാ. സ്വാലിഹായ എന്നെക്കാൾ വയസ്സുള്ള ഒരു മനുഷ്യൻ, ഒരാൾ ദുആ കഴിഞ്ഞിട്ടുള്ള ആദാബ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ദുആ കഴിഞ്ഞാൽ ഉടനെ വസല്ലല്ലാഹു എന്ന് പറഞ്ഞിട്ട് കൈ വലിക്കണ്ട, അവിടെ വെച്ചാളാ. വസല്ലല്ലാഹു അലാ ഖൈരിൽ ഖൽഖി സയ്യിദനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഇനിയും കൈ വലിക്കണ്ട. നമ്മളുണ്ടല്ലോ, ഒരു മനുഷ്യനോട് നമുക്കൊന്ന് കിട്ടാണ്ടെങ്കിൽ ഓനോട് പറയാനുള്ള വർത്താനം പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് നീട്ടണ്. അത് യാചനന്റെ അവസാനത്തെ യാചനയാണ്. വർത്താനം പറയൽ കഴിഞ്ഞു, എന്നിട്ട് എന്ത് വലിച്ചില്ല. ഇപ്പം വർത്താനം പറഞ്ഞു, എടാ അജ്ജ എന്തെങ്കിലും എനിക്ക് തരണട്ടോ, എൻ്റെ കയ്യിലൊന്നുമില്ല. ഇത് വാക്ക് കഴിഞ്ഞു, എന്ത് കഴിഞ്ഞില്ല, കൈ വലിച്ചില്ല. കൈ വലിക്കാതിരിക്കാനാണത് ഈ യാചനന്റെ അവസാനത്തെ യാചന. ഇനി വർത്താനൊന്നുമില്ല, എന്നാലും കൈ വലിച്ചില്ല. എങ്കിൽ ഇങ്ങനെ യാചിക്കേണ്ട ആൾ ആരാണ്? പറ, അല്ലാഹുവാണ്. ഒരു 2 സെക്കൻഡെങ്കിലും കഴിഞ്ഞു, സ്വലാത്തും കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു, എന്നാലും കയ്യിപ്പ് നീട്ടിക്കണിച്ച് മൊലാളിൻ്റെ അടുത്തേക്കല്ല, വലിയ ഒരാളിൻ്റെ അടുത്തേക്കാണ്. എന്നൊക്കെ പറഞ്ഞ മനസ്സിലായില്ലേ? ചിന്തിക്കും. അത് ഞാൻ പിന്നെ എനിക്കത് ഭയങ്കര ഹൈറായി തോന്നി. സത്യമാണ് പറഞ്ഞത്. കാരണം നമുക്ക് പൂതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താക്കും? പിന്നെ ഒഴിവാക്കിയതിട്ടാ പിന്നെ അങ്ങനെ കൈ നീട്ടേണ്ട ഒരാൾ ആരാണ്? അല്ലാഹു മാത്രം. അവിടെ ബന്ധം. നീ ഒന്നും ചെയ്തില്ല, അള്ളാഹനെ ശിക്ഷിക്കൂല. അവൻ അത്രയും വലിയ ഓഫറാണ്, കാരണം യാചിച്ചവനാണല്ലോ. മനസ്സിലാവുണ്ട് പറഞ്ഞത്. എവിടെ ഓക്കെ, ശരി. എത്ര നമ്പർ? وأفوض أمري إلى الله إن الله بصير بالعباد. ഞങ്ങൾക്ക് രഹസ്യം പറഞ്ഞുതരാം, ഇതൊരിക്കലും മറക്കരുത്. ഈ ആയത്ത് എന്നും ചൊല്ലുക, എപ്പോഴും ചൊല്ലുക, മറക്കരുത്. ഇത് ഭയങ്കര ആയത്താണ്. 14 സൂറത്തുൽ മുഅ്മിൻ, സൂറത്തുൽ ഗാഫിർ. അങ്ങനെ മുഅ്മിനെന്നും പേരുണ്ട്, ഗാഫിർ എന്നും പേരുണ്ട്. ചില സൂറത്തിൽ, ചില മുസാഫിൽ മുഅ്മിൻ എന്നായിരിക്കും, ചില സൂറത്തിൽ, ചില മുസാഫിൽ ഗാഫിർ എന്നായിരിക്കും. മുഅ്മിൻ എൻ്റെ മുസാഫിൽ ഇല്ലല്ലോ എന്ന് പറയണ്ട, അതിന് 2 പേരുണ്ട്. ഏതുപോലെ? ദഹ്ർ പോലെ. സൂറത്തുൽ ദഹ്റിന് സൂറത്തുൽ ഇൻസാൻ എന്നും പേരുണ്ട്. ചില മുസാഫിൽ ഇൻസാൻ നടിച്ചു വരും, ചില മുസാഫിൽ ദഹ്ർ നടിച്ചു വരും. 2 അതിൻ്റെ പേരാണ്. സൂറത്തുൽ ദഹ്റും സൂറത്തുൽ ഇൻസാനും ഒരു സൂറത്താണ്. അതാണ് സൂറത്ത്. അതേപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനും സൂറത്തുൽ ഗാഫിറും ഒരു സൂറത്താണ്. 44-ാമത്തെ ആയത്ത്. എന്താ അർത്ഥം? മറക്കരുത്. 3 വട്ടം 4 വട്ടം ചൊല്ലി. ഇത് മറക്കരുത്. ഈ ആയത്തിന്റെ കഷ്ണം, ഇതിനായത്തിന്റെ കഷ്ണ മറക്കരുത്. 44 അല്ലേ? മുഅ്മിൻ അല്ലെങ്കിൽ ഗാഫിർ. എത്രാമത്തെ ആയത്ത്? 44. മറക്കരുത്. മോട്ടോർ സൈക്കിൾ പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഇടങ്ങറ് വന്നാല് പിന്നെ എന്നും മറക്കണ്ട. ഏത് കുടുങ്ങിയാലും കേറിയിരിക്കും, ലേശം കേറിയിരിക്കും, കുറച്ച് കേറിയിരിക്കും.
وأفوض أمري إلى الله إن الله بصير بالعباد. കേട്ട് നോക്ക്. കണ്ടില്ലേ എത്ര ആയത്ത്? 44 സൂറത്ത് ഗാഫിർ അല്ലെങ്കിൽ സൂറത്തുൽ മുഅ്മിൻ 44. എന്താ അർത്ഥം? വഉഫവ്വിളു ഞാൻ ഏൽപ്പിക്കുന്നു അംരി എൻ്റെ കാര്യത്തെ ഇലല്ലാഹ് അല്ലാഹുവിലേക്ക്. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു തആല ബസീറുൻ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് ബിൽ ഇബാദി അവൻ്റെ അടിമകളെ അവൻ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ കാര്യം എന്നെ നോക്കണോ, ഞാൻ ഏൽപ്പിച്ചു. ഇതൊരു വല്ലാത്ത ആശ്വാസ ഈ ആയത്ത്. ഇത് മറക്കരുത്. ഇത് ദുആയുമാണ്, ഇബാദത്തുമാണ്, ഖുർആനാണ്, ആയത്താണ്. മറക്കരുത്. ഏത് കുടുക്ക് വന്നാലും വഉഫവ്വിളു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറുൻ ബിൽ ഇബാദ്. وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد. ഭയങ്കര ആയത്താ. ഏത് ബുദ്ധിമുട്ടിലും മശായിഖന്മാർ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കണേ, ഇത് ചെല്ലിക്കോ, ഇത് ചെല്ലിക്കോ, ഇതങ്ങനെ ചെല്ലിക്കോ. വഉഫവ്വിളു ഞാൻ ഏൽപ്പിക്കുന്നു അംരി എൻ്റെ കാര്യത്തെ ഇലല്ലാഹ് അള്ളാഹുവിലേക്ക്. ഇന്നല്ലാഹ് തീർച്ചയായും അല്ലാഹു തആല ബസീറുൻ ബിൽ ഇബാദ് അവൻ്റെ അടിമകളെ കണ്ടും നോക്കിയുമേയിരിക്കുകയാണ്, കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആര്? അള്ളാഹ്. പേടിക്കണ്ട. എൻ്റെ കാര്യം ഞാൻ ആരേൽപ്പിച്ചു? ഞാൻ നോക്കണോനെ ഏൽപ്പിച്ചു, എന്നെ ഇപ്പം കാണണോനെ ഏൽപ്പിച്ചു. എൻ്റെ ഭാര്യ ഇപ്പം എന്നെ കാണുന്നില്ല, എൻ്റെ അമ്മോശാക്ക് എന്നെ കാണുന്നില്ല, എൻ്റെ വല്യാപ്പ കാണുന്നില്ല, എൻ്റെ വാപ്പ കാണുന്നില്ല. ആര് കാണുന്നുണ്ട്? ഓനെ ഞാൻ ഏൽപ്പിച്ചു. പിന്നെന്താ? ഇത് ദിനാതമായി ചെല്ലിയാൽ തീരാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. സിഹർ വലിയ പത്തിലാവും. നിരന്തരതയിൽ കൊണ്ടിരുന്നാൽ സിഹർ പത്തിലാവും, കണ്ണീർ പത്തിലാവും. പേടിക്കണ്ട. കണ്ടില്ലേ അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. وأفوض أمري إلى الله إن الله بصير بالعباد. ഈ ആയത്തുമായി ബന്ധപ്പെട്ട ചില നിസ്കാരങ്ങളുണ്ട്. അത് ഒറ്റക്ക് ചോദിച്ചാൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും വല്ല കുടുക്കിലാവപ്പെട്ടിട്ട് ചെയ്യേണ്ട ചില അമലുകളുണ്ട്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട നിസ്കാരങ്ങളുണ്ട്. ഒറ്റക്ക് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു. എൻ്റെ ഒറ്റക്ക് പൊതുവായി സമ്മതം കൊടുക്കാൻ സമ്മതമില്ലാത്തത് കൊണ്ടാണ് ഒറ്റക്ക് ചോദിച്ചാൽ പറഞ്ഞുതരാം. ആരെങ്കിലും പറ്റ കുടുങ്ങിയ നേരത്തെ ചെയ്യാൻ ഇത് എപ്പോഴും ചൊല്ലന്നെ. ഫക്കീറായി ഞാൻ ഏൽപ്പിക്കുന്നു അംരി. ഭാര്യ പറഞ്ഞത് കേൾക്കണില്ല, എന്തായാലും പെണ്ണുങ്ങൾ കേൾക്കൂല, നജീലിക്കോ. മകൻ എന്തായാലും പറഞ്ഞേക്കൂല, നജീലിക്കോ. കച്ചവടം എന്താണെങ്കിൽ ലാഭമാണില്ല, നജീലിക്കോ. എന്നെ നോക്കണ്ടവൻ ആരാണ്? അല്ലാഹ്. അവനേൽപ്പിച്ചളാ. പേടി വന്ന് തുറന്നു. കച്ചവടമല്ല, ഞാൻ എന്താകട്ടെ എനിക്കറിയില്ല, അതോൻ തീരുമാനിക്കണം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പോഴേത് കൂളുകാരൻ വന്നു കൊടുത്തു, അല്ലെങ്കിൽ എന്ത് സാധനം എടുത്ത് വിറ്റ് പൂട്ടി. താക്കോല് മറ്റവന് കൊടുത്തു, വാടകക്കാരന് കൊടുത്തു, പിന്നെ പോന്നു. അപ്പോഴാണ് വലിയൊരു വിസ വന്നത്. അപ്പോഴാണ് വേറെ തന്നെ ബോംബെയിൽ നല്ലൊരു കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പോഴാണ് ഡൽഹിയിൽ നല്ലൊരു ജോലി ഉണ്ട് പറഞ്ഞ്. അപ്പോൾ ഞാൻ പോയി. പിന്നെ അയിമ അങ്ങനെ പച്ച പിടിച്ചു, കടങ്ങളൊക്കെ വീട്ടി. കാരണം ആരെ ഏൽപ്പിച്ചു? അള്ളാഹുവിനെ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പോൾ അളിയൻ പറഞ്ഞു, ഞാൻ കച്ചവടം ഉണ്ടാക്കേണ്ട അളിയ, ജയിലിൽ കൂടിക്കോ. അപ്പം അങ്ങനെ പച്ച പിടിച്ചു. അപ്പം അങ്ങനെ റായത്തായി. ഞാൻ ഏൽപ്പിക്കുന്നു അംരി എൻ്റെ കാര്യം ഇലല്ലാഹ്. ഇതൊരായത്താണ്. ഇന്നല്ലാഹ് തീർച്ചയായും അല്ലാഹു തആല ബസീറുൻ ബിൽ ഇബാദ് അവൻ്റെ അടിമകളെ എല്ലാ കാര്യം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആര്? അല്ലാഹു. ഇപ്പം റഹ്മത്തുള്ള പ്രസംഗിക്കുന്ന കാണുന്ന ഒരാൾ ഇങ്ങൾക്ക് പുറത്ത് ആരാണ് മാത്രം? അല്ലാഹു. യൂട്യൂബിനൊക്കെ പരിധിയുണ്ട്, ഓന് പരിധിയില്ല. ഇന്നലെ രാത്രി എന്താ ചെയ്ത് ഓനെ കാണുന്നുണ്ട്. ഇന്ന് നേരമ്പഴത്തേന് എന്താ ചെയ്ത് ഓൻ കാണുന്നുണ്ട്. നീ വസ്ത്രത്തിലാണെങ്കിൽ റബ്ബ് കാണുന്നുണ്ട്, നീ വിവസ്ത്രനാണെങ്കിലും റബ്ബ് കാണുന്നുണ്ട്. ഒരാൾ നിന്നെ ബുദ്ധിമുട്ടിച്ചാൽ റബ്ബ് കാണുന്നുണ്ട്. ഒരാൾ നിനക്ക് ഒരു ഉപകാരം ചെയ്താൽ അത് റബ്ബ് കാണുന്നുണ്ട്. ഒരാൾ നിന്നെ ദ്രോഹിച്ചാൽ റബ്ബ് കാണുന്നുണ്ട്. ഈ പഠിക്കണ്ട. അവനാണ് റബ്ബ്. അവനും ചെയ്യും തമ്മിൽ ബന്ധം ഉണ്ടാക്കിച്ചാൽ ആ ബന്ധമാണ് എന്ത്? ദുആ.
ഇനിയൊന്നും പറയല്ല. റമദാനിൽ നോമ്പോൽക്കൽ നിർബന്ധമാണ്. പിന്നെ ഒരു പണി ഉണ്ടെങ്കിൽ അതെന്തേ ഉള്ളൂ, ദുആ അന്നെ. റമദാനിൽ നിങ്ങൾ മനസ്സിലാക്കണം, റമദാനിൽ ഈ തറാവി നിസ്കരിച്ചാലും നിസ്കരിച്ചില്ലെങ്കിലും മനസ്സിലായില്ല, നിസ്കരിക്കാതിരിക്കാൻ പറയല്ല, പക്ഷെ ദുആ ഒഴിവാക്കണ്ട. അൽ ബഖറ 183 ദുആ, 183 അൽ ബഖറ 183 എന്ത് യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. 183 നോമ്പ്. അയ്യാമൻ മഅദൂദാത്ത് 184 നോമ്പ്. പിന്നെ 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 ഷഹ്റു റമദാൻ അല്ലദീ 185 നോമ്പ്. പിന്നെ ഉഹില്ല ലക്കും ലൈലത്ത സിയാമി റഫസു ഇലാ നിസായിക്കും 187 നോമ്പ്. എൻ്റെ ഇടയിൽ ഒരു ആയത്ത് വിട്ടിട്ടുണ്ട്, നിങ്ങളിൻ്റെ കൂടെ ഇല്ല, ഉള്ളുക്കുരായത്താണ് കയറ്റി. തറാവി ഇവിടെ ഒന്നും പറയണില്ല, തറാവി നിസ്കരിച്ചാലും വേണ്ടില്ല, നിസ്കരിച്ചാലും വേണ്ടില്ല. ഇത് മറക്കണ്ട. ഒന്ന് നോക്കി ഒന്ന് മനസ്സിലായി, ഒന്ന് നോക്ക് മോനെ, ആയത്തൊക്കെ ഞാൻ പറഞ്ഞ നമ്പർ കൃത്യമല്ലേ എന്ന് നോക്ക്, നോക്ക് മനസ്സിലാവുണ്ടോ? അൽ ബഖറ 183 നോമ്പ്. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാം 183 നോമ്പ്. പിന്നെ അയ്യാമ മഅദൂദാത്തി 184 നോമ്പ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ 185 നോമ്പ്. ഇനി ആയത്ത് അവിടെ ഇടക്ക് വിട്. 180 ലക്കും ലൈലത്ത സിയാമി റഫസു ഇലാ നിസായിക്കും 187 നോമ്പ്. കണ്ടില്ലേ ഇബ്രാഹിമേ, കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്? അതിനിടയിൽ ഒരു ആയത്ത് വിട്ടിട്ടുണ്ട്. എത്ര? 186 ആയത്തോടെ വിട്ടു. അതെന്താ? وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. സുബ്ഹാനല്ലാഹ്. എന്ത് മുടങ്ങിയാലും എന്ത് മുടങ്ങണ്ട, ദുആ മുടങ്ങണ്ട. ഇരിക്കും മോനെ, മോനെ മക്കളെ, ഇനി ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? 183 നിങ്ങൾ നോമ്പ് വെൽക്കണം, 184 ഇളവ്, 185 ഇളവ്, 187 ഇളവ്, 186 ഇളവനല്ല. 183 നോമ്പ് വെൽക്കണം. 184 ആയത്തില് വെങ്കുന്തും അയ്യപ്പമൻകാലമിക്കും മരികളൻ, രോഗിയാണെങ്കിൽ നോമ്പ് വെൽക്കണ്ട. 185 ഇളവ്. അപ്പൊ 183 നോമ്പ് വെൽക്കണം. 184 ഇളവ്, രോഗിയോ സഫറോ ആണെങ്കിൽ വേണ്ട. 185 അങ്ങനെ തന്നെ ഉണ്ട്. വൈകുന്തും മർളാ ഔ അലാ സഫരിൻ ഫഇദത്തുൻ മിൻ അയ്യാമിൻ ഉഖ്റ അല്ലേ? അപ്പൊ 183 നോമ്പ്, 184 ഇളവ്. എന്തിലിളവ്? നോമ്പിലളവ്. 185 നോമ്പിലളവ്, 187 നോമ്പിലളവ്. ഉഹില്ലലക്കും, നിങ്ങൾക്ക് ഹലാലാണ്. ഇളവാണ് പറഞ്ഞ്, ഇളവില്ലാതെ നോമ്പ് വന്ന് പിന്നെ ഇളവ് കൊടുത്തു. ഉഹില്ലലക്കും ലൈലത്ത സിയാമി റഫസു ഇലാ നിസായിക്കും. നമ്മളെ ഭാര്യമാരെ അടുത്ത് പോകാൻ ഇളവുണ്ട്. ആദ്യകാലത്ത് ഇളവില്ല, പിന്നെ ഭാര്യമാരടുത്ത് പോകാൻ ഇളവുണ്ടായി, റുഖ്സ പിന്നെ വന്നു. അപ്പൊ 183 നോമ്പ്, 184 ഇളവ്, 185 ഇളവ്, 187 ഇളവ്. 186 എന്തില്ല? ഇളവില്ല. അതിൽ ഇളവേ പറഞ്ഞില്ല. എന്താണ് 186? അതിൽ ഇളവില്ല. ഇന്ന് നോമ്പ് വിൽക്കാൻ വയ്യ, നോമ്പ് വിൽക്കണ്ട. ഇന്ന് യാത്രയിലാണ്, നോമ്പ് വിൽക്കണ്ട. ഇന്ന് രോഗത്തിലാണ്, നോമ്പ് വിൽക്കണ്ട. പക്ഷെ എന്ത് ചെയ്തോ? വരണ എന്തിനും ഇളവുണ്ട്. എന്തിനിളവില്ല? ദുആക്കിളവില്ല. അയ്യും നിന്റെ പടച്ചോൻ നമ്മുടെ ബന്ധാണ്. മനസ്സിലായില്ല? ഒരാൾ എന്നെ അടിച്ചപ്പോൾ അവൻ്റെ അത്ര ശക്തി ഇല്ലാത്തതുകൊണ്ട് തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ല. ഈ തിരിച്ചടിക്കണമെങ്കിൽ നിന്റെ ഭാഗത്ത് കാര്യം നോക്കൂല. അതേസമയത്ത് കയ്യൊന്നിച്ചാൽ മലക്കളൊക്കെ ആമയും പറയും, പടച്ചോനെ ഞാൻ ദുർബലനായതുകൊണ്ടല്ലേ ഒന്നെ കാരണമില്ലാതെ അടിച്ച് ഒന്നാക്രമിച്ച്. അവിടെ ആ മലക്കളൊക്കെ ആമയും പറയും. മനസ്സിലായോ പറഞ്ഞത്? ഇതിലെന്ത്? ഇത് പടച്ചോനുള്ള ബന്ധം. എന്ത്? പടച്ചോനെ റബ്ബേ, അങ്ങനെ മതി. എൻ്റെ അപ്പുറം ഒന്നും പറയണ്ട. അത് കൃഷ്ണൻ അടിച്ചാലും ദൈവേ, അങ്ങനെ പറഞ്ഞാൽ മതി. ദൈവേ
അങ്ങനെ പറഞ്ഞു കൃഷ്ണൻ. കുടുങ്ങും ചെയ്യും. ജോലി ആചാര മാസാമാസം ഉമ്രക്കോണോന. അപ്പോഴാണ് ഒരു കൃഷ്ണനെ കാരണമില്ലാതെ അടിച്ച്. അപ്പോൾ എന്ത് പറഞ്ഞു? ദൈവേ ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. അള്ളാഹിൻ്റെയും അവൻ്റെയും ഇടയിൽ യാതൊരു മറയും അപ്പോൾ ഇല്ല. അള്ളാഹ് നമ്മളെ കാക്കട്ടെ. നീതിമാനായ റബ്ബിൻ്റെ അടിമകളെ നമ്മൾ നല്ലോണം മനസ്സിലാക്കിക്കൂടി. നമ്മളും നമ്മളെ റബ്ബും തമ്മിൽ ഒരൊറ്റ ബന്ധമേ ഉള്ളൂ. അതെന്താണ്? ദുആ. വേറൊന്നുമില്ല. വേറെന്തും ദുആ തള്ളൂല. ദുആ തള്ളൂല. ഇമ്മ അൻ യുഅജ്ജൽ വ ഇമ്മ യുദ്ദഖർ. ദുആ തള്ളൂല. ഇമ്മാ യുഅജ്ജൽ, ചിലപ്പോൾ ഉടനെ ഉത്തരം കിട്ടും, ചിലപ്പോഴോ പിന്നെ കിട്ടും. ദുആ തള്ളലല്ല. നിസ്കാരം തള്ളും, നോമ്പ് തള്ളും, സക്കാത്ത് തള്ളും, ഹജ്ജ് തള്ളും, എന്താ തള്ളൂല? ദുആ തള്ളൂല. ദുആ ഇമ്മാ യുഅജ്ജൽ, പെട്ടെന്ന് ചിലപ്പോൾ ഉത്തരം കിട്ടും. വ ഇമ്മാ യുദ്ദഖർ, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കിട്ടും. എന്ത് തള്ളൂല? എന്ത് തള്ളൂല? ഇജ്ജ് പേടിക്കണ്ടടാ. എന്ത് തള്ളൂല? ദുആ തള്ളലല്ല. കാരണം ദുആ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഉള്ളവനോട് ചോദിച്ചതാ, അവന് കൊടുക്കാതിരിക്കാൻ പറ്റൂല. നിങ്ങളെ വീട്ടുവാതിൽക്കൽ വന്ന് ഒരാൾ കൈ നീട്ടിയാൽ നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ കഴിയോ? പറ മനുഷ്യ, കഴിയോ? എടാ, മനുഷ്യനായ ഇരുകാലിയായ നിനക്കും എനിക്കും അങ്ങനെയാണെങ്കിൽ രാജാതിരാജന്റെ ദർബാറിലേക്ക് കൈ നീട്ടിയാൽ ഓനവിടെ അണ്ണനാണോ, അവനവിടെ ബംഗാളിയാണോ, അവനവിടെ മുസ്ലിമാണോ അല്ല, അവന് ഒരു മാന്യം നോക്കുവോ? വീട്ടുവാതിൽക്കൽ കൈ നീട്ടിയാൽ വെറുതെ പറഞ്ഞേക്കാൻ കഴിയൂല. കഴിയുമല്ലേ? നമ്മൾ അങ്ങനെയാണെങ്കിൽ രാജാതിരാജനായ അക്രമുൽ അക്രമീനായ അജ്വദുൽ അജ്വദീനായ ധർമ്മിഷ്ഠനിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായ അർഹമുർ റഹീമീനായ ഏറെ കരുണയുള്ളവനായ റബ്ബിനെ ഇന്നല്ലാഹ യസ്തഹി അയറുദ്ദ ഐദിയദ്ദാഇ സിഫ്റാ. എഴുതിക്ക് ഹദീസ്. ഇന്നല്ലാഹ യസ്തഹി, അല്ലാഹുക്ക് ലജ്ജയാണ്, അയറുദ്ദ ഐദിയദ്ദാഇ, ദുആ ചെയ്യുന്നവന്റെ കൈകളെ തട്ടാൻ സിഫ്റൻ, വട്ടപൂജ്യമായിട്ട് അവൻ്റെ കൈകൾ തട്ടാൻ ലജ്ജയാണ്. ആർക്ക്? ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് അവന് പറയാൻ പറ്റൂല. എന്ത് പക്ഷേ ഞാൻ കൊടുക്കൂല പറയാൻ പറ്റൂല. കൊടുത്തിരിക്കും. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കും, എന്നാലും കൊടുക്കും. കൊടുക്കാതിരിക്കാൻ പറ്റൂല. ഒരാളെൻ്റെ വീട്ടിൽ വാതിൽക്കൽ വന്നിട്ട് മാന്യനായ നിന്നോട് 500 രൂപ കടം ചോദിച്ചു. 500 10,000 ഒക്കെ കൊടുക്കും. പക്ഷെ അപ്പം കറൻസി കയ്യിലില്ല, മൊബൈൽ കൊടുക്കുക അതും ഇല്ല, ബാങ്കിൽ പൈസ ഉണ്ട്. പിന്നെ നിനക്കന്നീരിപ്പ് കിട്ടൂല. ആ മറ്റേ ചങ്ങായി എവിടുന്നാണ് വരുന്നത്? ഒരു 500 രൂപ വെച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെ ഈ അടുത്ത മിനിറ്റിൽ പുറത്തിറങ്ങിയാൽ എന്താ ചെയ്യുക? ജിമാന്യനാണെങ്കിൽ, ഈ ഉള്ളോനാണെങ്കിൽ, ഇല്ലാത്തവനാണെങ്കിൽ ജിക്കാരിയും പഠിച്ചോനെ കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഉള്ളോനാണെങ്കിൽ ആ 500ൻ്റെ നോട്ട് സംഘടിപ്പിച്ച് മോട്ടോർ സൈക്കിൾ ഓടിച്ചോൻ്റെ പുരയെ കൊണ്ട് 500 കൊടുക്കാതെ എനിക്കൊരു സമാധാനം കിട്ടുമല്ലേ? കിട്ടൂല. ഇരുകാലിയായ ഇജ് ഇങ്ങനെയാണെങ്കിൽ രാജാതിരാജൻ്റെ അവസ്ഥ എന്തിരിക്കും? കാരണം എൻ്റെ വീട്ടുവാതിൽക്കലേക്ക് അവൻ കൈ നീട്ടി. രാജാതിരാജൻ്റെ ദർബാറിലേക്ക് കൈ നീട്ടിയാൽ ഒരിക്കലും തൊട്ടൂല. പേടിക്കണ്ട. അപ്പൊ എന്തെന്ന് ചെയ്യാള്? പറയും. എന്താ ചെയ്യാള്? ദ്വാർക്ക. പിന്നെന്താ അയാള്? ദ്വാർക്ക. പിന്നെന്താ അയാള്? ദ്വാർക്കനെ. അതിൻ്റെ ഇടവേള കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നിസ്കരിച്ചോ, ഖുർആൻ ഒക്കെ നല്ലതാണ്. അതൊക്കെ തള്ളാം. എന്തുള്ളൂല? ദ്വാളൂല. ഖുർആൻ ഓതുമ്പോൾ തെജ്വീദ് എത്തിയാൽ ചിലപ്പോൾ അള്ളാഹു തആലക്ക് തള്ളാം. ഇതിൽ തെജ്വീദില്ല. എന്തില്? പറ ചെങ്ങായി. മനസ്സിലായില്ലേ? റബ്ബിനോട് ചോദിക്കുമ്പോൾ മണിക്ക, ഇദ്ഗാമം ബിൽ ഗുന്ന, ഇൽഹാർ, ഇഖ്ഫാ, അങ്ങനെ ഉണ്ടോ? പറയങ്ങായി. പറയങ്ങായി. തെജ്വീദ് ഉണ്ടോ? ഇല്ല. ദൈവേ പറഞ്ഞാലും പഠിച്ചോനെ പറഞ്ഞാലും ഒക്കെ മതി, എല്ലാം മതി. അതിൽ ഭാഷയില്ല, അതിലൊരു ഭാഷയില്ല. അത് നീയും അവനും അവൻ്റെ മേൽമത്തരത്തെ നീ അംഗീകരിച്ചാലേ എന്താവുള്ളൂ? കൈ നീട്ടുള്ളൂ. എന്താ ഇന്ന് രാത്രിയാണ് ദ്വാ, നാളെ പകൽ എന്താണുള്ളത്? ദ്വാ, നാളെ രാത്രി ദ്വാ. രജബ് തീരുമ്പോൾ എന്താ ചെയ്യാള്? ദ്വാ. ഷേബാൻ തുടങ്ങുമ്പോൾ എന്താ ചെയ്യാള്? പറയടാ, പറയാൻ ദ്വാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബറാത്ത് രാത്രി വന്നു, എന്താ ചെയ്യാള്? ദ്വാ. റമദാനിൽ കടന്നു, എന്തായാലും ദ്വാ. റമദാൻ തീർന്നു, എന്തായാള്? ദ്വാ. എന്നാൽ രാത്രി എന്താ? ദ്വാ. കാരണം ജാടിമയാണ്. നിൻ്റെ കയ്യിലൊന്നുമില്ല, നിസ്കാരമില്ല. എൻ്റെ കയ്യിൽ അങ്ങനെ വലിങ്ങനെ നിസ്കാരമൊന്നുമില്ല. അതിന് നിസ്കാരമാണെന്ന് നബി പറഞ്ഞില്ല. ആരെ പ്രേമിച്ച് ഓനപ്പുണ്ടാവും. നിസ്കാരമൊന്നുമില്ല. എൻ്റെ കയ്യിൽ അങ്ങനെയൊക്കെ നിസ്കാരമൊന്നുമില്ല. അങ്ങനെ നിസ്കാരമില്ല എന്നാണ് പെടാന്നൊരു കാര്യമില്ല. നിസ്കാരം കൂട്ടി വാ, അങ്ങനെ പറഞ്ഞു.
ഒരാള് എന്നാ ഖിയാമത്ത് നാൾ നബിയെ? അപ്പൊ നബി ചോദിച്ചു എന്നോ ആയിക്കോട്ടെ, ഈ അതിനെന്താ ഒരുക്കിച്ച്? അപ്പൊ അയാൾ പറഞ്ഞു ലൈസ ഇന്ത്യ കസറത്ത് സ്വലാത്തിന് വലാസിയാം, എനിക്കങ്ങനെ നോമ്പ് നിസ്കാരമൊന്നും പറയാൻ മാത്രമൊന്നും എൻ്റെ കയ്യിലില്ല. നോമ്പ് നിസ്കാരം ഇല്ലാതെ ഇവിടെ അങ്ങനെ വന്ന് വളമ്പുക പോടാ നിസ്കരിച്ചോ പറഞ്ഞോ? അള്ളാഹ് വലിയ ഇഷ്ടമാണ്, നബിനെ വലിയ ഇഷ്ടമാണ്. ആയിക്കോട്ടെ, ഇഷ്ടമുണ്ടോ? മതി, ഒലപ്പുണ്ടോ? ജോലി കണ്ട നിസ്കാരമില്ല നടക്കണ്ട, നിസ്കാരം ഉണ്ടാക്കാൻ നോക്കുന്ന പറഞ്ഞു. ഇല്ല, അതില്ല, ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അതുമില്ല. 500 കൊല്ലം സുജൂദിൽ കടന്ന ഒരാളെ കഥ നബി പറഞ്ഞു. 500 കൊല്ലം സുജൂദിലാണ് കടന്നു. അപ്പോഴത്തേന് അഹങ്കാരം പറ്റി. അള്ളാഹു കോടതിയിലെത്തിയപ്പോ അള്ളാഹ് ചോദിച്ചു, തദ്ഖുലുൽ ജന്ന ബിഅമലികാവും ബിറഹ്മതി, ഇത് എന്റെ അമൽ കൊണ്ടാണോ സ്വർഗത്തിലേക്ക് വന്നത്, അതോ എന്റെ റഹ്മത്ത് കൊണ്ട് കിടക്കണം എന്നാണോ എന്റെ പൂതി? ബിഅമലി ഔഫർ, എന്റെ അമലിനെ എമ്പാടുണ്ട് പഠിച്ചോനെ. ഞാൻ സുജൂദിൽ തന്നെ എത്ര കൊല്ലം കടന്നിട്ടുണ്ട്? 500 കൊല്ലം. അപ്പോൾ അവന് ചെയ്ത നിഅമത്തുകളൊക്കെ അള്ളാഹ് എന്നാൽ പറഞ്ഞു കൊടുത്തു. എനിക്ക് ചെയ്ത നിഅമത്തുകൾ അതിന്റെ മൂലക്കൊക്കെ എന്തില്ല, ഇത് സുലുവില്ല. അമറ അൻ യുസ്ഹബ ഇലന്നാർ, പിന്നെ അവന് നരകത്തിലേക്ക് വലിക്കാൻ കൽപ്പിച്ചു. അപ്പോൾ ഇയാൾ കരിഞ്ഞു, റബ്ബേ റബ്ബേ റബ്ബേ. വാക്ക് പറഞ്ഞു കൊടുത്ത് എത്തിയതാ, ഞാൻ എൻ്റെ അമലുകൊണ്ട് കിടക്കണില്ല, നിന്റെ റഹ്മത്തോണ്ടാ. ആയിക്കോട്ടെ, നഞ്ഞ പോയിക്കോ സ്വർഗത്തേക്ക്. മനസ്സിലായില്ല ഈ കഥ ആര് പറഞ്ഞതാ? മുത്തുനബി. 500 കൊല്ലം സുജൂദിൽ തന്നെ നടന്നു, എന്നിട്ട് ഒന്നും ഉണ്ടായില്ല. പിന്നെ അപ്പം നടക്കായിരുന്നു, അല്ലാഹ് ഞാൻ അങ്ങനെ കുടുങ്ങിപ്പോയതാ, എന്നാ പോയിക്കോ. മനസ്സിലായില്ല. ചിന്തിക്കണം. ചിന്തിച്ചോ? ഒന്നും വേണ്ട, എന്ത് വേണം? അത് ഹജ്ജിന് പോയാലും ദ്വാ, ഹജ്ജിന് പോയിട്ടില്ലെങ്കിൽ ദ്വാ, 25 ആയാൽ ദ്വാ, മിഅ്റാജിന്റെ രാത്രി, പിറ്റേന്ന് പകല് രാത്രി ഒക്കെ ദ്വാ തന്നെ. ദ്വായേക്കാൾ വലിയൊരു അമല് ഒരു അബ്ദിന് മഹബൂദിന് സമർപ്പിക്കാൻ ഇല്ല. അപ്പൊ ദ്വാ ചെയ്യുമ്പോൾ ഫഖീറായി, അവൻ ഗനിയായി. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു, ചിലപ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ് ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് 33 ഒക്കെ കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് ദായിമായി ഞങ്ങളെ പള്ളിക്ക് നടപ്പിലാക്കും. വേറെയും പള്ളി ഞാൻ കേട്ടിട്ടുണ്ട്. 3 വട്ടം ചെല്ലണോ ഞാൻ കേട്ടിട്ടുണ്ട്, 5 വട്ടം ചെല്ലണോ ഞാൻ കേട്ടിട്ടുണ്ട്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി ഫഖ്ബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി فإنك غافر ذنب العظيم. ഈ ജുമാ നിസ്കാരത്തിന്റെ മേലെ എനിക്കും ഈ സാധനം അതിനർത്ഥം പറഞ്ഞുതരാം. ഇങ്ങനെ ഉൽപ്പത്തനം. അപ്പോൾ നിസ്കാരം ജുമാ നിസ്കാരം കഴിഞ്ഞു, വലിയ ആളായി. എന്താ പറഞ്ഞെന്താ? ഇലാഹി, എൻ്റെ ഇലാഹെ, ലസ്തു ലിൽ ഫിർദൗസി അഹില, സ്വർഗത്തിനൊന്നും ഞാൻ ഒരിക്കലും അവകാശിയല്ല, അതിനൊന്നും ഞാനില്ല, ഞാൻ സ്വർഗത്തിന് അവകാശിയാണ്, എനിക്ക് സ്വർഗം തരണട്ടോന്നല്ല. ഇലാഹി, എൻ്റെ ഇലാഹെ, ലസ്തു, ഞാൻ അല്ല, ലിൽ ഫിർദൗസി, നിന്റെ ഫിർദൗസിന് അഹ്ലൻ, ഞാൻ ഒരിക്കലും അവകാശിയല്ല. പറയടാ, അർത്ഥം പറയാ. ഇലാഹി, എൻ്റെ ഇലാഹെ, ലസ്തു, ഞാനല്ല, ലിൽ ഫിർദൗസി, ഫിർദൗസായ നിന്റെ സ്വർഗത്തിന് അഹ്ലൻ, അവകാശിയല്ല. അടുത്ത വരി. എന്നാൽ വലാ ഖുവാ അലാ നാരിൽ ജഹീമി, വലാ ഖുവാ, എന്നാൽ എനിക്ക് ശക്തിയുമില്ല, അലൽ ജഹീമി, വലാ ഖുവാ അലാ നാരിൽ ജഹീമി, ആ കത്തിയാളുന്ന തീയിൽ കിടക്കാനുള്ള ശക്തിയും എനിക്കില്ല. അപ്പൊ ഞാൻ കുടുങ്ങിയ അവസ്ഥയില്ല. ഞാൻ സ്വർഗത്തിന് മാത്രം ഒന്നും ചെയ്തിട്ടില്ല, നരകത്തിൽ കിടക്കാനുള്ള ശക്തിയും എനിക്കില്ല. ഫഹബി തൗബത്തൻ, നീ എനിക്ക് മാപ്പ് തരണം. ഫഗ്ഫിർ ദുനൂബി, എൻ്റെ ദോഷങ്ങൾ നീ പുറത്തരണം. ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി, എത്ര വലിയ കുറ്റം ചെയ്താലും പുറത്തു തരുന്നവൻ നീ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്.
ഇത് എൻ്റെ നാട്ടിലെ പള്ളിയിൽ 3 വട്ടം ചെല്ലുന്നു, 5 വട്ടം ചെല്ലുന്ന എൻ്റെ ഉമ്മാൻ്റെ നാട്ടിലെ ജുമാഅത്തുള്ളിയിലും 5 വട്ടം 3 വട്ടം ചെല്ലുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മൂത്തേടത്തുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ മില്ല അതൊക്കെ ഇല്ലാതെ. ഇപ്പോൾ ചെല്ലുന്ന പള്ളികളുണ്ടെങ്കിൽ കൈപ്പൊക്കാം ഉണ്ട്. 1, 2, 3 ഒരു കടൂരുണ്ട്. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അത് അതിലൊരു ഭയങ്കര റാഹത്ത. തഹജ്ജുദിന് എണീറ്റ് കഴിഞ്ഞാൽ, തഹജ്ജുദ് നിസ്കരിച്ച് കഴിഞ്ഞാൽ സ്വാലിഹ്യങ്ങൾ ചൊല്ലിയിരുന്നത് ഇതാ: ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഅബ്ലി തൗബതൻ فاغفر ذنوبي فإنك غافر ذنب العظيم. ഓക്കേ, ഒന്നും കൂടി: إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فاقبلي توبة فاغفر ذنوبي فإنك غافر ذنب العظيم. ചൊല്ലിയിട്ട് ദ്വാർക്കുള്ളൂ, അല്ലെങ്കിൽ ദ്വാ അവസാനിക്കുമ്പോൾ ചെല്ലും. ഇത് ചെല്ലാത്തൊരു വെള്ളിയാഴ്ച എൻ്റെ കുട്ടിക്കാലത്തില്ല. എൻ്റെ ബാപ്പാൻ്റെ നാട്ടിലുമില്ല, എൻ്റെ അമ്മ നാട്ടിലുമില്ല. അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. എൻ്റെ മനുഷ്യനെ മനസ്സിനെ നിർമ്മലമാക്കി ഇടക്കിടക്ക് മൂല്യം അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇലാഹി, എൻ്റെ ഇലാഹെ ലസ്തുലിൽ ഫിർദൗസി അഹ്ലി അഹ്ല. ഈ ജുമഅന്ന് നിസ്കരിച്ചിട്ടും ഞാൻ എന്തിന് അവകാശമല്ല? സ്വർഗത്തിന് അവകാശമല്ല. അതിന് മാത്രമൊന്നുമില്ല. ഞാൻ ആ സ്വർഗത്തിലൊക്കെ സാലിഹ്യങ്ങൾ, മൊയ്തീൻ ഷെരീഫായി ശൈഖിനെ പോലത്തെ സാലിഹ്യങ്ങൾ കിടക്കുന്ന സ്വർഗത്തിൽ, സിദ്ദീഖുൽ അക്ബർ, ഉമർ ബിൻ ഖത്താബിനെ പോലത്തെ മഹാന്മാരും, ഹംസത്തുൽ കറാറിനെ പോലത്തെ കൊടല് വരെ അള്ളാഹു തആല ദാനം ചെയ്ത മഹാന്മാർ കിടക്കുന്ന സ്വർഗത്തിൽ കിടക്കുന്ന ഞാൻ ആര് പഠിച്ചോനെ? എന്നാൽ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, എന്നാൽ നരകത്തിൽ കിടക്കാനുള്ള ശക്തിയൊന്നും എനിക്കില്ല. ഫഅബ്ലി തൗബത, നീയാണ് ചെയ്യേണ്ടത്, എനിക്ക് മാപ്പ് തരണം. ഫഗ്ഫിർ ദുനൂബി, എൻ്റെ ദോഷങ്ങൾ നീ. എന്താണ് ഈ പറഞ്ഞ വാക്ക്? ദുആ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞാൻ സ്വർഗത്തിൽ മാത്രം ഉണ്ട് എന്നാ നമ്മൾ നിസ്കാരം നമ്മൾ ധാരണ. പക്ഷെ ഈ ഭേദത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ഇല്ലെന്നായി. പക്ഷെ നോമ്പ് വിൽക്കുമ്പോൾ നമുക്ക് ഇക്കൊല്ലത്തെ നോമ്പ് കിട്ടിയാലോ എന്നാണ്. അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ പടച്ചോനെ ഇത് സ്വീകരിക്കുമെന്ന് ഉറപ്പില്ല എന്നാണ് അവിടെ നമ്മളുള്ളത്. അതൊക്കെയാണ് നമ്മൾ എടുത്തു കളഞ്ഞ്. സ്വാലിഹ്യങ്ങളായ മുൻഗാമികൾ നടപ്പിലാക്കിയതൊക്കെ എടുത്തു കളഞ്ഞു. തെളിവില്ല. ഒരു വാക്ക് പറയാനൊക്കെ പറ്റൂല. അപ്പോഴത്തേനും മറ്റും ചാടി വീഴും. തെളിവില്ല. അങ്ങനെ നന്മ മനുഷ്യന്റെ കയ്യിൽ നിന്നാണ് പോയി. അതൊക്കെ ചെല്ലി ഒരു മനസ്സെത്ര നിർമ്മലവും. അതും കഴിഞ്ഞ് ജുമാ നിസ്കരിച്ചിട്ട് 2-4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഇറങ്ങി വരുമ്പോ ആ മനസ്സിന്റെ സന്തോഷം എത്രയാ! എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ആരോട് പറഞ്ഞു. ഇനി ബാക്കിയൊക്കെ നീതിമാനായ റബ്ബ് നോക്കും, പേടിക്കണ്ട. അവൻ നീതിമാന, ഒന്നെ നോക്കുന്നുണ്ട്. ഒരായത്തെ ഞാൻ പറഞ്ഞെന്ന് മറക്കരുത്. മോട്ടോർ സൈക്കിൾ പോകുമ്പോഴും ഈ ബാപ്പിയെയും നിങ്ങൾ കൂട്ടി ദ്വാരക്കണം. ഞങ്ങളെയും കൂട്ടും. ഇൻഷാ അല്ലാഹ് തൗഫീഖ് തരട്ടെ. നാളെ കഴിയുന്ന ആളുകളൊക്കെ നോമ്പ് വിൽക്കണം. നാളെ ആസർ നിസ്കരിക്കാൻ ഇങ്ങോട്ട് വരണം. കഴിഞ്ഞ കൊല്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു സമൂഹമായ നമ്മൾ കൂടിയിരുന്ന് കുറച്ച് അമൽ ചെയ്ത് ദ്വാ ചെയ്ത് നോമ്പ് ഇവിടുന്ന് നോമ്പ് തുറന്ന് പിരിയാം. എല്ലാം കഴിയുന്ന അത്ര ആളുകൾ വരണം. ആണുങ്ങളും പെണ്ണുങ്ങളും വരണം. എത്ര ആൾ വന്നാലും നോമ്പ് തുറക്കാൻ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖൈറായ അമലാണ്. ഖൈറേയുള്ളൂ. നോമ്പ് വിൽക്കണം. മനസ്സിലായില്ലേ? ഇന്ന് രാത്രി നേരം വിളിക്കുന്നവരെ ഞങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തെടുത്ത് ദ്വാരക്കണം. ഏറ്റവും വലിയ അമൽ എന്താണ്? ഏത് ഇന്നോട് ചോദിക്കരുത്, ഒരാളോട് ചോദിക്കരുത്. ഏത് നല്ല സമയത്തും ഏത് നല്ല സ്ഥലത്തും നിനക്കെത്തിയാൽ നിനക്ക് ചെയ്യാനുള്ളത് എന്താ? ദുആ മാത്രം. ബാക്കി എന്ത് ചെയ്താലും അള്ളാഹു തള്ളാം. എന്ത് തള്ളൂല. ബാക്കി ചെയ്യണ്ടെന്നല്ല, ചെല്ലിക്കോ, ഒക്കെ ചെയ്തോ, പക്ഷെ ദുആ മറക്കണ്ട. ദുആക്കാൾ വലിയ അമലില്ല. എന്നാ ഇന്ന് രാത്രി നിങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തോളി. ദുആ വലിയ കാര്യം. പിന്നെയും ദ്വാരക്ക. ദ്വാരൊന്നും മടിയാകരുത്. പിന്നെയും അവനോടല്ലേ പറയാനുള്ളത്? അള്ളാഹു തന്നെ സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിച്ചിട്ട് മടിയനായിക്കണമെങ്കിൽ അള്ളാഹുനെ ഒഴിവാക്കിയതിന്റെ അർത്ഥം. അള്ളാഹു സ്വീകരിച്ച വ്യക്തിക്കല്ലാതെ എന്തിന് കഴിയില്ല?
ഒരാൾ ദ്വാർക്കണ്ടി ഉറപ്പിച്ചു അള്ളാന്റെ ആളാണ്.